നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. 2 പൈലായിട്ട് ഞാൻ കാർഡ്സ് ഓൾറെഡി ഷഫിൾ ചെയ്ത് നോക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു പൈല് ചൂസ് ചെയ്തോളൂ. പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 എടുക്കട്ടെ. നമ്പർ 1കാർക്ക് Queen of Swords, 3 of Wands, Justice, 3 of Pentacles, Ace of Pentacles, Knight of Swords. ഓക്കെ, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോ കോണ്ടാക്റ്റിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. അവിടെ ഒരു കേസ് പലർക്കും നടക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക കേട്ടോ. അല്ലേ, ഞങ്ങൾക്ക് കേസൊന്നും നടക്കുന്നില്ല, അപ്പം നിങ്ങളുടെ എനർജി ആയിരിക്കില്ല അവിടെ കണക്റ്റ് ആയത്. ഓക്കെ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണെന്നും കാണിക്കുന്നു. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ 3 കാർഡുകളാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നു. അപ്പോൾ തീർച്ചയായും ഒരു കേസിൻ്റെ വിധി ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, എന്തു തന്നെ ആയാലും ആ കേസിൻ്റെ വിധിക്ക് ശേഷം, വിധി കിട്ടിയതിന് ശേഷം നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് തീർച്ചയായും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അവർ ആ വിധി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒന്നിക്കുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇനി പൈൽ നമ്പർ 2കാർക്ക് 5 of Pentacles, Page of Cups, 8 of Wands, 7 of Pentacles, 10 of Pentacles and Page of Pentacles. ഇവിടെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി മൂലമോ അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് മൂലമോ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ വെച്ചിട്ടുണ്ടാവുക കേട്ടോ. ജോലി ആവട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത വരട്ടെ എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ. അവരുടെ ഭാഗത്തു നിന്നും അവർക്ക് ജോലി, കരിയർ എന്നുള്ള രീതിയിൽ അവർ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുണ്ട് ഈ സമയത്ത്. അങ്ങനെ ആ ഒരു റീസൺ കൊണ്ട് വിട്ടു നിന്നവരാണെങ്കിൽ നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ റെഡി ആയിട്ട് അവർ വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സ്പീഡി ആക്ഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 8 ഓഫ് വോൺസ് ഉണ്ട്. 8 ഓഫ് വോൺസ് എന്ന് പറയുന്ന സഡൻ കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ.